Let's continue our discussion of the canonical ensemble. We'll do a few problems today, mainly. So we saw that this is the canonical distribution. We have got a probability distribution, okay? And this inverse temperature, we denote by beta. And this sum over states, we call the partition function, okay? Now, we have already seen that the partition function can be associated with the Helmholtz-free energy. Helmholtz-free energy at partition function associate ചെയ്യാൻ കഴിയും എന്ന് നമ്മൾ കണ്ടിരുന്നു. ഓക്കെ, അപ്പോൾ അതിനെ കാണാനുള്ള വേറെ രീതിയാണ് ഇവിടെ പ്രസന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് കൺവിൻസ്ഡ് അല്ലെങ്കിൽ നിങ്ങൾ അതിൽ കൺവിൻസ്ഡ് അല്ലെങ്കിൽ ഇത് നമ്മൾ എൻട്രോപ്പി ഓൾറെഡി ഡിറൈവ് ചെയ്തിരുന്നു. കനോനിക്കൽ എൻസെംബിൾ സിസ്റ്റത്തിന്റെ എൻട്രോപ്പി നമ്മൾ ഓൾറെഡി കനോനിക്കൽ എൻസെംബിൾ കൺസിഡറേഷനിലൂടെ സിസ്റ്റത്തിന്റെ എൻട്രോപ്പി നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തിരുന്നു. ഇറ്റ്സ് മൈനസ് കെ sum over n p of n log p n log p of n. Okay, sum over states. Okay, ഇത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, മൈനസ് കെ ബി ആവറേജ് ഓഫ് ലോഗ് പി ഓഫ് എൻ. ഓക്കെ, ഇനി ഒരു കാര്യം, ഇവിടെ ലോഗ് എന്ന് എഴുതിയാലും എൽ എൻ ഈ രണ്ട് നൊട്ടേഷനും മാറി മാറി ഉപയോഗിക്കുന്നുണ്ട്. ഇതിന്റെ രണ്ടിന്റെയും മീനിങ് ദ ബേസ് ഇസ് ഇ. ഓക്കെ, ബേസ് 10 ആണെങ്കിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയും. നമ്മുടെ കോഴ്സിൽ നമ്മൾ യൂഷ്വലി ബേസ് 10 ഉപയോഗിക്കാറില്ല, നാച്ചുറൽ ലോഗരിതം എന്ന് പറയുന്നതാണ്. ഇപ്പൊ ലോഗ് എന്ന് കണ്ടാലും എൽ എൻ എന്ന് കണ്ടാലും സെയിം തിങ് ആണ്. ഓക്കെ, ഒരേ കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. ചില സമയത്ത് മാറി മാറി ഉപയോഗിച്ച് പോകുന്നതാണ്, ബട്ട് ഇറ്റ്സ് എ സെയിം തിങ്. ഓക്കെ, ഇനി പി ഓഫ് എൻ നമുക്കറിയാം, കനോനിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിച്ച് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ബീറ്റ ഇ എൻ ബൈ സെഡ്. Okay, and then log, you put p of n equal to e raised to minus beta en by z in here. All right, in log നമ്മൾ എടുത്തു കഴിയുകയാണെങ്കിൽ this is log of numerator minus log of denominator. Okay, so that term becomes like that. All right, in sum over n e raised to minus beta en എന്ന് പറയുന്നത് simply the average energy. All right, that's the usual definition for average energy. You take the energy of each state, weight it with the corresponding probability and add all of them. All right, so this can be written as 1 by t average value of e. ഇവിടെ ബീറ്റ എന്നുള്ളതിനെ നമുക്ക് ഈ ബീറ്റ എന്നുള്ളതിനെ 1 by kt എന്നുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഓക്കെ, അതുപോലെ ആവറേജ് വാല്യൂ ഓഫ് z ലോഗ് z, ഇത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് യു ഗെറ്റ് ദ സെയിം തിങ്. ഓക്കെ, ബിക്കോസ് ഇറ്റ്സ് കോൺസ്റ്റന്റ്, ഇറ്റ്സ് നോർമലൈസേഷൻ കോൺസ്റ്റന്റ്. ഓക്കെ, ഇത് ചെയ്തു കഴിഞ്ഞാൽ എക്സാക്ട്ലി ഇത് തന്നെ കിട്ടും. ആൻഡ് യു ഗെറ്റ് എൻ എക്സ്പ്രഷൻ ഫോർ എൻട്രോപ്പി ഇസ് ഈക്വൽ ടു ആവറേജ് വാല്യൂ ഓഫ് ഇ ഡിവൈഡ് ബൈ ടി പ്ലസ് കെ ലോഗ് സെഡ്. ഓക്കെ, സെഡിനെയാണ് നമ്മൾ പാർട്ടീഷൻ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, റൈറ്റ്, ഐ ഹോപ്പ് ദിസ് ഇസ് ഫൈൻ. നൗ ഐ ലീവ് ഇറ്റ് ആസ് എൻ എക്സസൈസ് ടു ഷോ ദാറ്റ് എസ് ഈക്വൽ ടു കെ ബി ഡോ ബൈ ഡോ ടി ഓഫ് ടി ലോഗ് സെഡ്. ഓക്കെ, അതായത് ഈ എക്സ്പ്രഷനെ നമുക്ക് ഡോ ബൈ ഡോ ടി ഓഫ് ടി ലോഗ് സെഡ് അല്ലെങ്കിൽ ഡോ ബൈ ഡോ ടി ഓഫ് കെ ബി ടി ലോഗ് സെഡ് എന്ന രീതിയിലും എഴുതാൻ കഴിയും എന്നൊന്ന് പ്രൂവ് ചെയ്യുക. ജസ്റ്റ് ട്രൈ. ഓക്കെ, ജസ്റ്റ് സീ ഇഫ് ദിസ് ഇസ് കറക്റ്റ്. ഇനി ഹെൽംഹോൾട്സ് ഫ്രീ എനർജി എന്ന് പറയുന്നത് എന്താണ്? ഹെൽംഹോൾട്സ് ഫ്രീ എനർജി ആവറേജ് എനർജി മൈനസ് ടി എസ്, അല്ലെ ഇന്റേണൽ എനർജി മൈനസ് ടി എസ്. ഹെൽംഹോൾട്സ് ഫ്രീ എനർജിയുടെ ഡെഫിനേഷൻ തന്നെ അതാണ്, യു മൈനസ് ടി എസ് എന്ന് നമ്മൾ പറയും. ഓക്കെ, സോ ദാറ്റ്സ് ഇനി എസ് നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഈ എസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഓക്കെ, ഇത് തന്നെ ആയിരിക്കും, ഈ ഒരു മെത്തേഡ് ആയിരിക്കും പിന്നീട് നമ്മൾ പ്രോബ്ലംസിലെല്ലാം തന്നെ യൂസ് ചെയ്യുക. ഓക്കെ, ഇന്റേണൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ ഈ ഒരു മെത്തേഡ് ആയിരിക്കും ഉപയോഗിക്കുക. ഇപ്പൊ ടി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച എസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, സോ ദീസ് ടു ടേംസ് ഗെറ്റ് ക്യാൻസൽഡ് ആൻഡ് യു ഗെറ്റ് മൈനസ് കെ ടി ലോഗ് സെഡ്. അതായത് എ ഇസ് ഈക്വൽ ടു മൈനസ് കെ ടി ലോഗ് സെഡ്. സെഡ് ഇസ് ദ പാർട്ടീഷൻ ഫംഗ്ഷൻ. ഓക്കെ, സെഡ് ഇസ് ദ പാർട്ടീഷൻ ഫംഗ്ഷൻ. പാർട്ടീഷൻ ഫംഗ്ഷൻ അതായത് പാർട്ടീഷൻ ഫംഗ്ഷൻ കിട്ടുകയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ജസ്റ്റ് ടേക്ക് ദ ലോഗ് ഓഫ് ഇറ്റ്, മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് മൈനസ് കെ ബി ടി, you get the Helmholtz free energy. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ Helmholtz free energy ഒരു തെർമോഡൈനാമിക് പൊട്ടൻഷ്യൽ ആണ്. ഇത് ഉപയോഗിച്ച് നമുക്ക് ബാക്കി തെർമോഡൈനാമിക്സ് മുഴുവൻ ഡിറൈവ് ചെയ്തെടുക്കാം. ഓക്കെ, ഓൾറൈറ്റ്, അതിനുള്ള പ്രിസ്ക്രിപ്ഷൻ ഇതാണ്. ആദ്യം കാനോനിക്കൽ പാർട്ടീഷൻ ഫംഗ്ഷൻ കണ്ടുപിടിക്കുക, അതാണ് നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ്. Helmholtz free energy എഴുതുക, ബാക്കി പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എടുക്കുന്നതിലൂടെ ബാക്കി തെർമോഡൈനാമിക് ക്വാണ്ടിറ്റീസ് നമ്മൾ കണ്ടുപിടിക്കുക. ഇതാണ് നമ്മൾ പ്രോബ്ലംസിൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഈ ഇന്റഗ്രൽസ് നമ്മൾ പലപ്പോഴും പാർട്ടീഷൻ ഫംഗ്ഷൻ കണ്ടുപിടിക്കുമ്പോൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടി വരാറുണ്ട്. ഈ ഇന്റഗ്രേഷൻസ് ഫാക്ടറൈസ് ചെയ്യുന്നതായിട്ട് കാണും. ഓക്കെ, അതായത് ഇങ്ങനെയുള്ള സിസ്റ്റംസ്, അതായത് ടോട്ടൽ ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത് വൺ പാർട്ടിക്കിൾ ഹാമിൽട്ടോണിയൻസിന്റെ സം ആണെങ്കിൽ,
ഓക്കെ, ടോട്ടൽ എനർജി എന്ന് പറയുന്നത് വൺ പാർട്ടിക്കിൾ എനർജീസിന്റെ സം ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുമെങ്കിൽ, ഇന്ററാക്ഷൻ ടേംസ് ഒന്നും ഇല്ലെങ്കിൽ, ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് H ഈക്വൽ ടു സം ഓവർ ന്യൂ ഈക്വൽ ടു 1 to n H ഓഫ് Q ന്യൂ, P ന്യൂ എന്ന് എഴുതാം. ഓക്കെ, ഓൾറൈറ്റ്. ഉദാഹരണത്തിന് ഈ ഇന്ററാക്ഷൻ ടേം ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ പാർട്ടീഷൻ ഫംഗ്ഷൻ ഇവിടെ e⁻⁻βh ആണ്. ഈ എച്ചിനെ നമ്മൾ സം ഓഫ് h എന്ന് എഴുതുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന് മൊത്തത്തിൽ ഒരു പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാൻ കഴിയും. കാരണം e⁻ab, ഓക്കെ, സോറി, e⁻a+b എന്നുള്ളതിന് e⁻a മൾട്ടിപ്ലൈഡ് ബൈ e⁻b എന്ന് എഴുതാം. സോ ദ സം in the exponential, എക്സ്പൊണൻഷ്യലിന്റെ ആർഗ്യുമെന്റിൽ വരുന്ന സം, it becomes a product here. Okay, and in the end you can write it as e integral എന്ന് പറയുന്നത് it's just the one particle partition function, one particle partition function. അതിനെ നമുക്ക് z of t, v, 1 എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ പറഞ്ഞു വന്ന വേറൊന്നുമല്ല, ഈ n പാർട്ടിക്കിൾ പാർട്ടീഷൻ ഫംഗ്ഷനെ നമുക്ക് വൺ പാർട്ടിക്കിൾ പാർട്ടീഷൻ ഫംഗ്ഷൻസിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ കഴിയും. ഓക്കെ, അപ്പോൾ പാർട്ടിക്കിൾസ് തമ്മിൽ ഇന്ററാക്ട് ചെയ്യാത്ത സിസ്റ്റം ആണെങ്കിൽ ഈ ഹെൽംഹോൾട്സ് അല്ലെങ്കിൽ പാർട്ടീഷൻ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പറയുന്നത് വളരെ എളുപ്പമാണ്. വൺ പാർട്ടിക്കിൾ സിസ്റ്റത്തിന്റെ പാർട്ടീഷൻ ഫംഗ്ഷൻ ആദ്യം കണ്ടുപിടിക്കുക, ജസ്റ്റ് മൾട്ടിപ്ലൈ ഇറ്റ് n times, or you raise it to the power of n. Okay, and as usual you will have a Gibbs correction factor for non-distinguishable particle or indistinguishable particles, and there is no Gibbs correction factor if the particles are distinguishable. Okay, so the basic idea here is that we have already done this in classical ideal gas. Ideal gas in the case നമ്മൾ exactly ഇത് തന്നെയാണ് ചെയ്തത്. ഒരു ഫുൾ സിസ്റ്റത്തിന്റെ പാർട്ടീഷൻ ഫംഗ്ഷൻ കിട്ടണമെങ്കിൽ വൺ പാർട്ടിക്കിൾ സിസ്റ്റത്തിന്റെ പാർട്ടീഷൻ ഫംഗ്ഷൻ ആദ്യം കണ്ടുപിടിക്കുക വളരെ എളുപ്പമായിരിക്കും. And then you simply raise it to the power of the number of particles. ഇത് പലപ്പോഴും നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ സിംപ്ലിഫിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ വേറെ കാര്യം, ഈ രീതിയിൽ നമുക്ക് ഫേസ് സ്പേസ് ഡെൻസിറ്റി ഒന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനെ നമ്മൾ നേരത്തെ എഴുതിയ ടോട്ടൽ h തന്നെയാണിത്. ഇവിടുത്തെ നോർമലൈസേഷൻ ഫാക്ടർ നമുക്കറിയാം പാർട്ടീഷൻ ഫംഗ്ഷൻ ആണ്, അല്ലെ? പക്ഷേ ഈ പാർട്ടീഷൻ ഫംഗ്ഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ഈ പാർട്ടീഷൻ ഫംഗ്ഷനെ പ്രോഡക്റ്റ് ഓഫ് വൺ പാർട്ടിക്കിൾ പാർട്ടീഷൻ ഫംഗ്ഷൻസ് എന്ന് എഴുതാം. ഇഫ് ദ പാർട്ടിക്കിൾസ് ആർ നോൺ ഇന്ററാക്ടിങ്, ഇഫ് ദ പാർട്ടിക്കിൾസ് ആർ ഇൻഡിപെൻഡന്റ്, ഇഫ് ദ വൺ പാർട്ടിക്കിൾ സ്റ്റേറ്റ്സ് ആർ ഇൻഡിപെൻഡന്റ്, അങ്ങനെയാണ് ഈ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാം. അതുപോലെ ഈ h എന്നുള്ളതിനെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും ഇത് പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ നമുക്ക് കഴിയും. വാട്ട് ഹാപ്പൻസ്, അതുകൊണ്ട് ഇനി ഇതിൽ നമ്മൾ ഒരു ടേം എടുത്തു നോക്കുകയാണെങ്കിൽ ദിസ് ഇസ് സിംപ്ലി എ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫോർ വൺ പാർട്ടിക്കിൾ സിസ്റ്റം. അല്ലെ, ഒരു സിംഗിൾ പാർട്ടിക്കിൾ എടുത്തിട്ട് അത് നമ്മുടെ ഫേസ് സ്പേസിൽ എവിടെയാണ് എന്നുള്ളതിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, അല്ലെ, ഫേസ് സ്പേസിൽ ഒരു നിശ്ചിത പോയിന്റിൽ കാണാനുള്ള അല്ലെങ്കിൽ പെർട്ടിക്കുലർ മൈക്രോ സ്റ്റേറ്റിൽ കാണാനുള്ള പ്രോബബിലിറ്റി നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ദിസ് വൺ പാർട്ടിക്കിൾ സിസ്റ്റത്തിന്റെ. ഓക്കെ, അതായത് നമ്മൾ ആദ്യം എടുക്കാൻ സ്റ്റാർട്ട് ചെയ്ത് n പാർട്ടിക്കിൾ സിസ്റ്റത്തിന്റെ മൈക്രോ സ്റ്റേറ്റിനുള്ള പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്, അല്ലെ ഫേസ് സ്പേസ് ഡെൻസിറ്റി ആണ്. ഫേസ് സ്പേസ് ഡെൻസിറ്റി നമ്മൾ പറഞ്ഞ കാര്യമാണ്. n പാർട്ടിക്കിൾ സിസ്റ്റത്തിന്റെ ഫേസ് സ്പേസ് ഡെൻസിറ്റി ആണ്. ഇത് നമുക്ക് വൺ പാർട്ടിക്കിൾ സിസ്റ്റംസിന്റെ ഫേസ് സ്പേസ് ഡെൻസിറ്റി ആയിട്ട് എഴുതാൻ കഴിയും. ഓക്കെ, ഇത് എപ്പോഴും കഴിയില്ല. പാർട്ടിക്കിൾസ് തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്നില്ലെങ്കിൽ, അതായത് ഇതിന്റെ ഒരു ഓരോ നമ്മുടെ ടോട്ടൽ n പാർട്ടിക്കിൾ സിസ്റ്റത്തിലെ ഓരോ പാർട്ടിക്കിളിന്റെ മൈക്രോ സ്റ്റേറ്റ്സും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ, അതായത് ഒരു പാർട്ടിക്കിളിന്റെ മൈക്രോ സ്റ്റേറ്റ് എന്ന് പറയുന്നത് സ്പെസിഫിക് കോൺഫിഗറേഷൻ, ഒരു പാർട്ടിക്കിളിന്റെ മൈക്രോ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ബാക്കിയുള്ള പാർട്ടിക്കിൾസിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ കഴിയും. Okay, അപ്പോൾ originally the above equation was the distribution for a system which contains only one particle, ഒറ്റ പാർട്ടിക്കിൾ ഉള്ളതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഓക്കെ, ഇനി n പാർട്ടിക്കിൾസ് നോൺ ഇന്ററാക്ടിംഗ് സിസ്റ്റത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ലെങ്കിൽ the equation is at the same time the correct one particle phase space density for such a many particle system. ഇത് ഒരു പാർട്ടിക്കിളിന്റെ ഫേസ് സ്പേസ് ഡെൻസിറ്റി ആണ്. അതേസമയം നോൺ ഇന്ററാക്ടിംഗ് n പാർട്ടിക്കിളിന്റെ ഒരു സിംഗിൾ പാർട്ടിക്കിളിന്റെ ഫേസ് സ്പേസ് ഡെൻസിറ്റിയും കൂടിയാണ്. ഇനി നമുക്കിതുകൊണ്ട് ഈ സിസ്റ്റത്തിന് ഒരു ഐഡിയൽ ഓൺസെമ്പിൾ ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെയുള്ള സിസ്റ്റംസ്, നോൺ ഇന്ററാക്ടിംഗ് സിസ്റ്റംസ് വരികയാണെങ്കിൽ നമ്മൾ കാൽക്കുലേഷൻസിൽ ഉപയോഗിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പറയുകയാണ്. ഒരു നോൺ ഇന്ററാക്ടിംഗ് സിസ്റ്റം ആണെങ്കിൽ നമുക്ക് യൂഷ്വലി ഒരു ഓൺസെമ്പിൾ എടുക്കണമെങ്കിൽ ലാർജ് നമ്പർ ഓഫ് ഐഡന്റിക്കലി പ്രിപ്പയർഡ് സിസ്റ്റംസ് വേണം. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലുള്ള ഓരോ പാർട്ടിക്കിളിനെയും ഓൺസെമ്പിളിൽ ഒരു സിംഗിൾ സിസ്റ്റമായിട്ട്, വൺ പാർട്ടിക്കിൾ സിസ്റ്റമായിട്ട് കണക്കാക്കാം. അത് ബാക്കിയുള്ള പാർട്ടിക്കിൾസിന് മുഴുവൻ റിസർവോയർ ആയിട്ടും കണക്കാക്കാം. ഓക്കെ, ഇങ്ങനെ ചെയ്ത് നമ്മുടെ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ കാൽക്കുലേഷൻ വളരെ സിമ്പിൾ ആണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് നോൺ ഇന്ററാക്ടിംഗ് സിസ്റ്റം ആണെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അല്ലെങ്കിൽ ടോട്ടൽ
ടോട്ടൽ സിസ്റ്റത്തിന്റെ മൈക്രോസ്റ്റേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫേസ് സ്പേസ് ഡെൻസിറ്റി മാത്രം നമുക്ക് എഴുതാൻ കഴിയുള്ളൂ. ഇതും നമ്മൾ പ്രോബ്ലംസിൽ ഉപയോഗിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. ഓക്കെ, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ പ്രോബ്ലം ഇതാണ്, ടു ലെവൽ സിസ്റ്റം. ഓൾറൈറ്റ്, ഇവിടെ ചോദ്യം തന്നിട്ടുണ്ട്, എ സിസ്റ്റം ഇൻ തെർമൽ ഈക്വിലിബ്രിയം ഹാസ് എനർജി 0 and E. എനർജി 0 and E. Alright, ഈ രണ്ട് എനർജി സ്റ്റേറ്റ്സ് ഉള്ളൂ. കാൽക്കുലേറ്റ് ദ പാർട്ടീഷൻ ഫംഗ്ഷൻ ഓഫ് സിസ്റ്റം ആൻഡ് ഹെൻസ് കാൽക്കുലേറ്റ് ഹെൽംഹോൾട്സ് ഫ്രീ എനർജി, എൻട്രോപ്പി, ഇന്റേണൽ എനർജി, സ്പെസിഫിക് ഹീറ്റ്. ഓക്കെ, ഇനി സ്പെസിഫിക് ഹീറ്റ് കണ്ടുപിടിച്ചാൽ മാത്രം പോരാ, ലോ ടെമ്പറേച്ചർ ട്രെൻഡും ഹൈ ടെമ്പറേച്ചർ ട്രെൻഡും കണ്ടുപിടിക്കണം. ലോ ടെമ്പറേച്ചർ ലിമിറ്റ്, ഹൈ ടെമ്പറേച്ചർ ലിമിറ്റ് എടുത്തിട്ട് അതിന്റെ ആ ട്രെൻഡ് കണ്ടുപിടിക്കണം. ഓൾറൈറ്റ്, ഇനി ഇവിടെ കൂടുതൽ ഇൻഫർമേഷൻ ഒന്നും തന്നിട്ടില്ല. നമുക്കറിയാം ആകെ രണ്ട് എനർജീസ് മാത്രമേ ഉള്ളൂ, രണ്ട് എനർജീസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഡീജനറസി അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, ടി സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ ആണെങ്കിൽ പാർട്ടീഷൻ ഫംഗ്ഷൻ ഇസ് സിംപ്ലി ദ സം ഓവർ സ്റ്റേറ്റ്സ്. Okay, it's simply the sum over states. Okay, simply the sum over states. So it's e raised to, let's say, E1 by kT plus e raised to minus. So it's e raised to, idana sum over n e raised to minus beta en ennullana. It simply becomes like this. Okay, കാരണം ഒരു പോസിബിൾ എനർജി E1 എന്ന് പറയുന്നത് 0 ആണ്, E2 എന്ന് പറയുന്നത് E ആണ്. പിന്നെ നമുക്ക് 1 plus e raised to minus e by kT എന്ന് എഴുതാം. Alright, കാരണം ഇത് 1 ആണ്. So this is simply 1 plus e raised to minus e by kT. Alright. Okay, what does this mean? This means that we have got the partition function of the system. Partition function കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് thermodynamics കിട്ടാൻ എന്ത് ചെയ്താൽ മതി? The first step. Okay, the first step is to find the Helmholtz free energy, which is simply minus kT log z. Right, that's what we have here. It's simply minus kT log natural log, okay, log 1 plus e raised to minus e by kT. This is your partition function. You have got the Helmholtz free energy. Now you need to find the entropy. How do you find the entropy? We know that S is equal to minus dou F by dou T. Okay, keep everything else constant and take the partial derivative of F with respect to T. Okay, ഇതിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കണമെങ്കിൽ ഇവിടെ മൈനസ് ഉണ്ട്. ഓക്കെ, ഈ മൈനസ് നമുക്ക് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. ബട്ട് ലെറ്റ്സ് പുട്ട് ഇറ്റ് ലൈക്ക് ദിസ്, മൈനസ് ഉണ്ട്. ഓക്കെ, ഡോ എഫ് ബൈ ഡോ ടി. ഓക്കെ, ഡോ എഫ് ബൈ ഡോ ടി. നമുക്ക് ആദ്യം ഡോ എഫ് ബൈ ഡോ ടി കണ്ടുപിടിക്കാം. ഓക്കെ, ലെറ്റ്സ് ഫസ്റ്റ് ഫൈൻഡ് ഡോ എഫ് ബൈ ഡോ ടി. ഓക്കെ, അതിന് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. ഡോ എഫ് ബൈ ഡോ ടി പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, ഞാൻ പറഞ്ഞിരുന്നു. സോ ഇവിടെ മൈനസ് കെ ബി ഉണ്ട്. യു ക്യാൻ യൂസ് ദ പ്രോഡക്റ്റ് റൂൾ. ഓക്കെ, കാരണം ടെമ്പറേച്ചറിനെ അപേക്ഷിച്ചാണ് നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുന്നത്. ഇവിടെ ടി ഉണ്ട്, ഇവിടെ ടി ഉണ്ട്. ഓക്കെ, ഫംഗ്ഷൻ ഓഫ് ടി ആണ്. സോ യു ക്യാൻ യൂസ് ദ പ്രോഡക്റ്റ് റൂൾ. പ്രോഡക്റ്റ് റൂൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആദ്യം ഈ ടേമിനെ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക, സിംപ്ലി മൈനസ് കെ ബി ആൻഡ് കീപ് ദ സെക്കൻഡ് ടേം കോൺസ്റ്റന്റ് അല്ലേ, മൈനസ് കെ ബി ലോഗ് 1 പ്ലസ് ഇ റേസ് ടു മൈനസ് ഇ ബൈ കെ ടി. ഓക്കെ, okay, minus kb log 1 plus e raised to minus e by kT. അതാണ് ഫസ്റ്റ്. ഇതറിയാം, ലൈബ്നിറ്റ്സ് റൂൾ എന്ന് പറയാം. ഡി ഓഫ് യു വി എന്ന് പറയുന്നത് യു ഡി വി പ്ലസ് വി ഡി യു. ഓക്കെ, അതാണ് ഇതെന്ന്. പ്ലസ് അടുത്ത ടേം വരുന്നത് കുറച്ച് ശ്രദ്ധിക്കണം. അടുത്ത ടേം വരുന്നത് ഇവിടെ മൈനസ് ഉള്ളതുകൊണ്ട് മൈനസ് വിൽ ഫോളോ, മൈനസ് കെ ബി ടി, അതിനെ കോൺസ്റ്റന്റ് ആക്കി നിർത്തി. ഇനി ഇതിനെയാണ് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുക. ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ആദ്യം ലോഗ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എടുക്കുക. ലോഗ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1 ബൈ, അല്ലെ, ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് പറയുന്നത് 1 ബൈ എക്സ് ആണ്. അപ്പൊ ഇവിടെ 1 ബൈ 1 പ്ലസ് ഇ റേസ് ടു മൈനസ് ഇ ബൈ കെ ടി. ഓക്കെ, ഇനി ലോഗ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിയുമ്പോൾ ഇതിന്റെ ഉള്ളിൽ വേറെയും ഫംഗ്ഷൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ടേമിന്റെയും കൂടെ ഡെറിവേറ്റീവ് എടുക്കണം, അല്ലെ. ഫംഗ്ഷന്റെ ഉള്ളിൽ ഫംഗ്ഷൻ ഉള്ളപ്പോൾ നമ്മൾ ഈ ടേമിന്റെയും കൂടെ ഡെറിവേറ്റീവ് എടുക്കണം. ഈ ടേമിന്റെ ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ എന്താണ്, ഇ റേസ് ടു മൈനസ് ഇ ബൈ കെ ടി. നമ്മൾ എല്ലാ ഫംഗ്ഷൻസിനെയും പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കണം. അത് ഇ റേസ് ടു മൈനസ് ഇ ബൈ കെ ടി. ഓക്കെ, കാരണം ഇ റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് തന്നെയാണ്. ഓക്കെ, ഇനി അതും പോരാ, ഇതിന്റെ ഉള്ളിൽ പിന്നെ ഇങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്, മൈനസ് ഇ ബൈ കെ ടി എന്നുള്ള ഒരു ടേം കൂടെ ഉണ്ട്. അതും ടിയുടെ ഫംഗ്ഷൻ ആണ്. സോ യു ഹാവ് ടു ടേക്ക് ദ ഡെറിവേറ്റീവ് ഓഫ് ദാറ്റ് ഓൾസോ. ഓക്കെ, ഇനി മൈനസ് ഇ ബൈ കെ ടിയുടെ ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ ഇറ്റ് ബിക്കംസ് മൈനസ് ഇ ബൈ കെ എന്നുള്ളത് ടി വെച്ച് നോക്കുമ്പോൾ കോൺസ്റ്റന്റ് ആണ്, ഇറ്റ്സ് ഇൻഡിപെൻഡന്റ് ഓഫ് ടി. മൈനസ് ഇ ബൈ കെ എന്ന് എടുത്തു. പിന്നെയുള്ള 1 ബൈ ടി ആണ്. 1 ബൈ ടിയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് മൈനസ് 1 ബൈ ടി സ്ക്വയർ, മൈനസ് 1 ബൈ ടി സ്ക്വയർ.
Okay, I hope this is clear. അപ്പോൾ നമ്മുടെ ഡോ എഫ് ബൈ ഡോ ടി അല്ലെ മൈനസ് ഡോ എഫ് ബൈ ഡോ ടി എന്താണ്? എസ് ഈക്വൽ ടു മൈനസ് ഡോ എഫ് ബൈ ഡോ ടി എന്ന് പറയുന്നത് കെ ബി ലോഗ് 1 പ്ലസ് ഇ റേസ് ടു മൈനസ് ഇ ബൈ കെ ടി. ഓക്കെ, പ്ലസ് ഇവിടെ കെ ടി ഇ റേസ് ടു മൈനസ് ഇ ബൈ കെ ടി. റൈറ്റ്, ഇവിടെ നമ്മൾ പ്ലസ് ആക്കി, ഇവിടെ മൈനസ് ഉണ്ട്, ഇവിടെ മൈനസ് ഉണ്ട്. സോ ദേ ഗോ അവേ and you have got e by kt square. Okay, e by kt square. I think that's correct. And then in the denominator you have 1 plus e raised to minus e by kt. Okay, ഇത്രയും കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ റിസൾട്ട് കിട്ടും. ഓക്കെ, റൈറ്റ്, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടേം kb log 1 plus e raised to minus e by kt. റൈറ്റ്, ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ടി, ഇവിടെ ഒരു ടി ഉണ്ട്, അത് ക്യാൻസൽ ചെയ്യും. ഈ കെയും ക്യാൻസൽ ചെയ്യും. റൈറ്റ്, പിന്നെ ബാക്കിയുള്ളത് നമുക്ക് ഇ ബൈ ടി. റൈറ്റ്, ഇവിടെ നിന്നുള്ളത് ഇ ബൈ ടി ആണ്. ഇ ബൈ ടി, ഇനി ഇ റേസ് ടു മൈനസ് ഇ ബൈ കെ ടി ഉണ്ട്, 1 പ്ലസ് ഇ റേസ് ടു മൈനസ് ഇ ബൈ കെ ടി. റൈറ്റ്, അതിന് വേണമെങ്കിൽ ഒരു സ്റ്റെപ്പ് കൂടെ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് എഴുതാം. ഓക്കെ, കാൽക്കുലേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതിൻ്റെ ജസ്റ്റ് ഒരു ഡെമോൺസ്ട്രേഷൻ ആണ്. ഇനി ഈ ടേം നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഉള്ളത് ഇ ബൈ കെ ടി, സോറി ഇ ബൈ ടി അല്ലേ, ഈ ടേം സെക്കൻഡ് ടേം മാത്രം എടുക്കണം. ഓക്കെ, ഇ ബൈ ടി ഇ റേസ് ടു മൈനസ് ഇ ബൈ കെ ടി, ഓക്കെ, ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇ റേസ് ടു മൈനസ് ഇ ബൈ കെ ടി. കറക്റ്റ്. ഓക്കെ, ഇത് നമുക്ക് വേണമെങ്കിൽ ഈ ഇ റേസ് ടു മൈനസ് ഇ ബൈ കെ ടി എന്നുള്ള ടേം കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇതെന്ത് സംഭവിക്കും? ദിസ് ബിക്കംസ് ഇ ബൈ ടി. ഓക്കെ, ന്യൂമറേറ്ററിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടും. ഡിനോമിനേറ്ററിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ദിസ് ബിക്കംസ് 1 ബൈ ഇ റേസ് ടു മൈനസ് ഇ ബൈ കെ ടി. ദാറ്റ് സിംപ്ലി ഇ റേസ് ടു ഇ ബൈ കെ ടി പ്ലസ് 1. ഓക്കെ, അതാണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഈ ഫൈനൽ ആൻസർ ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഓക്കെ, സോ വി ഹാവ് ഫൗണ്ട് ഔട്ട് ദ എൻട്രോപ്പി. I hope the calculation is clear. All right, so we have got the entropy. Entropy calculate ചെയ്യുന്നത് എളുപ്പമാണ്. പറഞ്ഞിരുന്നത് just partial derivative. Partial derivative is easy. Taking integration, okay, integrating is the difficult task. Partition function കണ്ടുപിടിക്കുന്ന സമയത്തുള്ള ഇന്റഗ്രേഷൻ ആണ് പൊതുവെ കൂടുതൽ ബുദ്ധിമുട്ടായിട്ടുള്ളത്. പക്ഷെ നമ്മൾ ചെയ്യുന്ന പ്രോബ്ലംസിലെല്ലാം തന്നെ സ്റ്റാൻഡേർഡ് ഇന്റഗ്രൽസ് ആണ്. നമുക്ക് പരിചയമുള്ള ചില ഇന്റഗ്രൽസ് തന്നെയാണ് വീണ്ടും വീണ്ടും കാണുക. Okay, so this is the entropy. I hope it's clear how we calculated it. Alright, ഇനി ഇന്റേണൽ എനർജി. ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് പോലെ ചെയ്യാണ്. ഇറ്റ്സ് എഫ് പ്ലസ് ടി എസ്. നമ്മൾ എഫ് ഇവിടെ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇറ്റ്സ് മൈനസ് കെ ബി ലോഗ്. ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്യണമെങ്കിൽ ദിസ് ഇസ് മൈനസ് കെ ബി, ബി എഴുതുന്നില്ല, മൈനസ് കെ എന്ന് എഴുതാം. എഫ് എന്ന് പറയുന്നത് മൈനസ് കെ ടി ലോഗ് 1 പ്ലസ് ഇ റേസ് ടു മൈനസ് ഇ ബൈ കെ ടി. ഓക്കെ, പ്ലസ് ടി എസ്. ഇവിടെ നമുക്ക് ഓൾറെഡി ടി ഉണ്ട്, just multiply it, sorry, ഇവിടെ ഓൾറെഡി നമുക്ക് എസ് ഉണ്ട്, just multiply it with t, so this becomes kt log 1 plus e raised to minus e by kt. Okay, and then again here we have got plus e by t, t കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതും പോവും, e plus e divided by e raised to e by kt plus 1. ഓക്കെ, സോ ഈ രണ്ട് ടേമും അങ്ങനെ തന്നെ ക്യാൻസൽ ആയി പോവുകയാണ്. ബാക്കി നമുക്കുള്ളത് e by e raised to e by kt plus 1. ഓക്കെ, ഇനി ഇത് കണ്ടുപിടിക്കാൻ വേറെ വഴിയും കൂടെ ഉണ്ട്. ഇത് കണ്ടുപിടിക്കാൻ വേറെ വഴിയും കൂടെ ഉണ്ട്. കാരണം യു എന്ന് പറയുന്നത് ഇന്റേണൽ എനർജി, നമ്മുടെ ആവറേജ് എനർജിയാണ് അല്ലേ. ഓക്കെ, ഈ റിസൾട്ട് ശ്രദ്ധിക്കുക. ദിസ് ആർ ഇന്റേണൽ എനർജി നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, ഇത് കണ്ടുപിടിക്കാൻ വേറെ വഴിയും കൊണ്ട് ഈ രീതിയിൽ തന്നെ കണ്ടുപിടിക്കുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെയും കൂടെ നമുക്ക് കണ്ടുപിടിക്കാം. ആവറേജ് എനർജി എന്ന് പറയുന്നത് you just take sum over n. ഈ കേസിൽ ഇതാണ് എളുപ്പം. sum over n en e raised to minus beta en divided by z. ഓക്കെ, z ഇതാണ് ഇതിന്റെ പ്രോബബിലിറ്റി അല്ലേ. pn ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ആവറേജ് വാല്യൂ ഓഫ് ഇ എന്ന് പറയുന്നത് സം ഓവർ n pn. ഈ pn എന്ന് പറയുന്നത് e raised to minus beta en divided by z ആണ്. Okay, this is also a standard formula to find the internal energy. Okay, ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം? ഈ കേസിൽ ഇ എൻ എന്ന് പറയുന്നതിന് രണ്ട് പോസിബിൾ വാല്യൂസ് ആണുള്ളൂ, ഒന്ന് 0യും ഒന്ന് ഇയും. ഓക്കെ, അപ്പോൾ 0യ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാർട്ട് 0 ആയി പോകും, ബാക്കിയുള്ളത്
E ഈ സമ്മേഷനിൽ ഫസ്റ്റ് ടേം 0 ആണ്, ബാക്കിയുള്ളത് E മൾട്ടിപ്ലൈഡ് ബൈ E റേസ് ടു മൈനസ് ബീറ്റ ഇ ഡിവൈഡഡ് ബൈ Z എന്ന് പറയുന്നത് നമുക്കറിയാം 1 പ്ലസ് E റേസ് ടു മൈനസ് ബീറ്റ ഇ സം ഓവർ സ്റ്റേറ്റ്സ്. ഓക്കെ, ഇത് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും E റേസ് ടു മൈനസ് ബീറ്റ ഇ എന്നുള്ള ടേം കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ this becomes E divided by E raised to beta E plus 1. Okay, that's exactly what we have here. E raised to beta E എന്ന് പറയുന്നത് beta is equal to 1 by kt എന്ന് എഴുതുകയാണെങ്കിൽ this is exactly what we got here. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്റേണൽ എനർജി കണ്ടുപിടിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഹെൽംഹോൾട്ട്സ് ഫ്രീ എനർജിയിൽ നിന്ന് കണ്ടുപിടിക്കാം. ചില സമയത്ത് ഇറ്റ് മേ ബി കൺവീനിയൻറ്റ് to find it directly. Okay, if you have the probabilities and if you know the partition function, you can find it directly like this. Okay, that's another way to do that. അടുത്ത specific heat at constant volume. Specific heat at constant volume എന്ന് പറയുന്നത് just take the partial derivative with respect to temperature. Okay, u already നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. u എന്ന് പറയുന്നത് E divided by 1 plus E raised to E by kt. Correct? ശരിയല്ലേ? E by 1 plus E raised to E by kt. That's correct. Okay, ഇനി ഇതിന്റെ dou u by dou t കണ്ടുപിടിക്കണം. നമുക്ക് ഇവിടെ തന്നെ ചെയ്യാതാണ് എളുപ്പം. Put some space here. All right, let's do it here. The u എന്ന് പറയുന്നത് E divided by E raised to E by kt plus 1 എന്നതാണ്. Okay, this is our internal energy. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് dou u by dou t. Dou u by dou t. Okay, നമ്മൾ ഈ രീതിയിൽ എടുക്കുമ്പോൾ E എന്ന് പറയുന്നത് usually, okay, we take it as independent of the temperature. Okay, so dou u by dou t എന്ന് പറയുന്നത് നമുക്കറിയാം, ഇത് നമുക്ക് പല രീതിയിൽ ചെയ്യാം. ഓക്കെ, നമുക്ക് ഒരു രീതിയിൽ ചെയ്യാം. നമുക്ക് യു ക്യാൻ യൂസ് ദ ഫാക്ട് ദാറ്റ് ദ ഡെറിവേറ്റീവ്, ഓക്കെ, ഡോ ബൈ ഡോ എക്സ് ഓഫ് 1 ബൈ എക്സ് എന്ന് പറയുന്നത് മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ ആണ് അല്ലേ. അപ്പൊ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, മൈനസ് ഇ ഡിവൈഡഡ് ബൈ ഇ റേസ് ടു ഇ ബൈ കെ ടി പ്ലസ് 1 മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ. ഓക്കെ, അതുകൊണ്ടായില്ല, ഇതിനുള്ളിലുള്ള ബാക്കി ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസും കൂടെ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കണം. പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുന്ന എളുപ്പമാണ്. ഫസ്റ്റ് ഡിഫറൻഷിയേറ്റ് ദിസ് ഫംഗ്ഷൻ 1 ബൈ എക്സ് ഇൻവേഴ്സ് ഫംഗ്ഷൻ ആദ്യം ഡെറിവേറ്റീവ് അതെടുത്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യം കൂടെ ഡെറിവേറ്റീവ് എടുക്കണം. ഇതിൻ്റെ ഉള്ളിലുള്ള നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഈ ടേമിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഇ റേസ് ടു ഇ ബൈ കെ ടി, ഓക്കെ, മൾട്ടിപ്ലൈഡ് ബൈ again E by K. ഇനി ഈ ടേമിന്റെയും കൂടെ ഡെറിവേറ്റീവ് എടുക്കണം അല്ലേ. നമ്മളിപ്പോൾ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഡെറിവേറ്റീവ് എടുത്തു, ഇൻവേഴ്സ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് എടുത്തു, ഇനി E by KT എന്നുള്ളതിന്റെ കൂടെ ഡെറിവേറ്റീവ് എടുക്കും. So it's E by K minus 1 by T square. Okay, that's it. Now you just simplify this to get dou U by dou T is equal to, there's a minus here, so they cancel like that. Okay, all right, so this becomes, let's see if we can write it in a simple form. ഇവിടെ e square ഉണ്ട്, t square ഉണ്ട്, k square മാത്രമില്ല. Okay, so maybe we can pull a k outside and write this as k e raised to e by kt, and then we can write like this, k e divided by kt square, okay, multiplied by e raised to e by kt divided by e raised to e by kt plus 1 square. Okay, I think that's correct. Okay, I think that's correct. Let's check. Yeah, see, it's k e by kt square and then e raised to e by kt divided by e raised to e by kt plus 1 whole square. Okay, that's exactly what we have here. So if we do these things systematically, there's nothing particularly difficult about it. Okay, all right, so we got our dou u by dou t, that's the CV. Okay, that's the specific heat at constant volume. We keep the volume constant here. Okay, ഇനി നമുക്ക് രണ്ട് ലിമിറ്റ്സ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ലോ ടെമ്പറേച്ചർ ലിമിറ്റും വേറൊന്ന് ഹൈ ടെമ്പറേച്ചർ ലിമിറ്റും. ഓക്കെ, ഇനി ഇതിന്റെ ലോ ടെമ്പറേച്ചർ ലിമിറ്റ് എങ്ങനെ എടുക്കുന്നത് നോക്കാം. ഇതിന്റെ ലോ ടെമ്പറേച്ചർ ലിമിറ്റ് നമ്മൾ എങ്ങനെ എടുക്കുക? ഇതിന്റെ ലോ ടെമ്പറേച്ചർ ലിമിറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ ലോ ടെമ്പറേച്ചർ, അതായത് T tends to 0.
Okay, so when t tends to 0, we can say that this term e by kt, e by kt becomes small. Okay, so it becomes big when t tends to 0. E raised to e by kt becomes big. Okay, like e by kt is much greater than 1. കാരണം t ചെറുതാവും തോറും this whole term becomes big. അല്ലെ, t equal to 0 ആകുമ്പോൾ ഈ term this goes to infinity. So when t decreases, this term increases. This term becomes big. Alright, അപ്പോൾ ആ അവസ്ഥയിൽ നമുക്ക് എങ്ങനെ എഴുതാം ഇതിനെ? ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ എഴുതുകയാണെങ്കിൽ ഇത് e raised to e by kt എന്ന് പറയുന്നത് 1-നേക്കാളും വളരെ വലുതാണ്. Okay, e raised to e by kt എന്ന് പറയുന്നത് 1-നേക്കാളും വളരെ വലുതാണ് when t is much less. Okay, t is much small. അപ്പോൾ നമുക്ക് ഈ 1 neglect ചെയ്യാം. Right? ഈ സെക്കൻഡ് ടേം മാത്രം ഈ ടേം മാത്രം എടുത്ത് എഴുതുകയാണെങ്കിൽ ദിസ് ബിക്കംസ് e raised to e by kt divided by e raised to e by kt square. അല്ലേ, സ്ക്വയർ ഇവിടെ ഉണ്ട്. Okay, so this is simply e raised to e by kt divided by e raised to e by kt square. അതായത് this simply e raised to minus e by kt. Okay, അതായത് low temperature limit this term becomes e raised to minus e by kt. So Cv when t tends to 0 becomes kb e by kt square e raised to minus e by kt. Okay, this is the low temperature limit of the specific heat, and we see that Cv, the specific heat tends to 0 when t tends to 0. അല്ലേ, കാരണം when t tends to 0, t 0-ലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും? This term goes to infinity. Okay, and e raised to minus infinity, okay, is 0. അല്ലേ, e raised to minus infinity അല്ലെങ്കിൽ e raised to minus x as x tends to infinity is 0. Right, or it goes to 0. Okay, അപ്പോൾ you can say that അപ്പോൾ ഈ ടേം 0 ആവുന്നുണ്ട്, t വളരെ ചെറുതാവുമ്പോൾ ഈ ടേം വളരെ ചെറുതാവുന്നതുകൊണ്ട് the what do you say, the specific heat goes to 0 when t tends to 0. Okay, now we also need to do the high temperature limit. We also need to do the high temperature limit. High temperature limit നമ്മൾ ചെയ്യുമ്പോൾ e by kt ടെമ്പറേച്ചർ കൂടുന്തോറും എന്ത് സംഭവിക്കും? e by kt t കൂടുന്തോറും ഈ ടേം ചെറുതായി വരും അല്ലേ. So you can say this is much less than 1. You can say this is much less than 1. Okay, so if this is much less than 1, we can take this term and we can make we can expand it. Okay, this is 1 plus e by kt plus e by kt square plus etc. Okay, and you have got a plus 1 here, e1. Okay, and you have got a square. Sorry. You've got a square here. Okay, in numerator you have got exactly the same 1 plus e by kt plus etc. Okay, ഇനി നമ്മൾ ഇത് 1-നേക്കാളും വളരെ ചെറുതാണെങ്കിൽ high temperature limit നമ്മൾ ചെയ്യുന്നത് neglect all this. Okay, take only the first term in this expansion. So this, there's a 1 here, there's a 1 here, 1 plus 1 is 2, so this becomes 1 by 4. Okay, 2 square. All right, so this term when t tends to infinity, this term becomes 1 by 4. Okay, അങ്ങനെ നമുക്ക് high temperature limit കിട്ടുകയാണ്. K e by kt square multiplied by 1 by 4. Okay, you see that the specific heat goes to 0 when t tends to infinity. I hope this is clear. Okay.